എടാ തക്കാളി മേടിച്ചിട്ട് വാടാ. പോവമ്മ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന്. എടാ കിച്ചു കിച്ചുട്ടാ. എന്താ അമ്മ? നീ അമ്മേനോടൊന്നും പറയുന്നില്ലെങ്കിലോ? എല്ലാം അറിയണ്ടട്ടാ ഞാൻ. അമ്മ എന്തറിഞ്ഞു നീ പറയണേ? അയ്യോ, അവൻ അറിഞ്ഞിട്ടില്ല. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അതെ, നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മ, ഈ നാട്ടുകാരും അയൽക്കൂട്ടത്തിലെ ആൾക്കാരൊക്കെ പലതും പറയും. അത് കേട്ട് അമ്മ എന്നെ സംശയിക്കരുത്. എടാ, ഓ, ആ മിന്നുട്ടി നീയും തമ്മില് എന്തോ ലവാന്നോ എന്തോ പറയണ്ടല്ലോ. എന്താ ഒന്നും പറയാനില്ലേ? പെൺകുട്ടി ഞാനും തമ്മില് ലവ്ന്ന്. ലവ്വോ? അയ്യോ, അവൻ കേട്ടിട്ടില്ല. ലവ്ന്ന് നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട്. അതിപ്പോ നാട്ടുകാർക്ക് ഇപ്പൊ എന്താ പറയാൻ പറ്റാത്ത? ഈ അയൽക്കൂട്ടത്തിലെ ആൾക്കാർ പറയണമെന്നൊന്നും അമ്മ അങ്ങനെ വിശ്വസിക്കണ്ട. അപ്പൊ ഒരു വെറുതെ പറയുന്ന? വെറുതെ പറഞ്ഞ തന്നെ ആയിരിക്കും. ശരിക്കും അതിപ്പോ അങ്ങനെ എങ്ങനെ പറ്റിപ്പോയി. എടാ കുഴപ്പമൊന്നുമില്ലടാ. നീ എന്തായാലും പിടിച്ചത് പുളിങ്കൊമ്പാണല്ലോ. ഞാൻ പുളിങ്കൊമ്പായതുകൊണ്ടൊന്നല്ല പിടിച്ചത്. ആൾക്കാർ വെറുതെ ഓരോ പിന്നെ വെറുതെ പറയാൻ ആൾക്കാർക്ക് വട്ടല്ലേ. എടാ, അവക്ക് എന്താടാ കുഴപ്പം? കാണാനും നല്ല കുട്ടിയാണ്, നല്ല സ്വഭാവമാണ്, നല്ല മുടിയാണ്. അപ്പൊ നീ നോക്കിയിട്ടുണ്ട്? അത് പിന്നെ എടാ, ഞാൻ അവളെ മരുമോളായിട്ടല്ല എന്റെ മോളായിട്ട് കണ്ടുപോയി. അമ്മ കണ്ടു അമ്മ? ആണോ? ശരിക്കും? ശരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ട് ഉണ്ടോന്ന് ചോദിച്ചാ അയ്യടാ അവന്റെ ഒരു പുന്നാരം. പോയി തക്കാളി മേടിച്ചിട്ട് വാടാ. അതെ, ഈ അയൽക്കൂട്ടത്തിലെ ആൾക്കാർ എന്നെ അവളിയും പറ്റിട്ട് എന്തൊക്കെ പറഞ്ഞു? പറഞ്ഞു തരട്ടെ മോനെ, പറഞ്ഞു പറയട്ടെ. കൂടെ ചെന്ന് തക്കാളി മേടിക്കടാ. അവന്റെ ഒരു കൊഞ്ചല്. തക്കാളി വാങ്ങിക്കൊണ്ടെന്നാ പറയോ? പറയില്ല? ഇപ്പൊ തന്നെ പറയട്ടെ? വേണ്ട. പറയട്ടെ? വേണ്ടെന്നേ. എന്നാ പോടാ. പോട്ടെ, പോയിട്ട് വരാം. അമ്മരൊരു കാര്യം. വയസ്സായ തന്തേ ചൂടിലെന്തേ. ഒന്ന് നോക്കി നടക്കോ? നടക്കങ്ങട്. മിന്നും ടീമുതാ വരുന്ന. ഈ ടിപ്പില്ലടാ കൂടെ. നീ മുന്നിൽ നടക്കടാ. നടക്കങ്ങട്. പുറകിലുണ്ടല്ലേ? അവന്റെ പുറകിലൊരു 10 ആളുണ്ടെന്ന് കൂട്ടിക്കോ. നടക്കങ്ങട്. തല്ലാണെ തല്ലി. അല്ല പിന്നെ ഹായ്, മുണ്ടയിച്ചിടാം. നീയും വേണേ മുണ്ട. ഇനി അങ്ങോട്ട് നടന്നുറോ. മുണ്ടയിക്ക് തലേ കെട്ട് എന്ത് വേണേലും ചെയ്യാം. കളിയൊന്നുമില്ലേ? പ്രിയമുള്ളവരെ, സന്തോഷ് ട്രോഫി ടീമിൽ ഇടം നേടിയ നമ്മുടെ നാടിന്റെ കണ്ണിലുണ്ണി കിച്ചു എന്ന കൃഷ്ണകുമാറിന് ജന്മനാട് സ്നേഹാദരം ഒരുക്കുകയാണ്. അതിലേക്ക് ഏവരെയും ഞങ്ങൾ സാർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആ കുഞ്ഞിരാമ, എന്താ എന്റെ സാവിത്രിന്റെ വർത്താനം? സാവിത്രിക്ക് കൊഴപ്പൊന്നുമില്ല. കൊഴപ്പില്ലല്ലേ? നാളെ കുടുംബത്തിലൊരു കല്യാണം അതിന് പോണം. പോവണം. ആ, പിന്നെ കല്യാണം എടുത്തേ മോനെ സന്തോഷ് ട്രോഫിയിൽ കിട്ടിയിട്ടുണ്ട്. അതിനെന്താ, നല്ല കാര്യല്ലേ? ഇത് എല്ലാവർക്കും കിട്ടണ ഭാഗ്യല്ലേ? ഫുട്ബോൾ കളിക്കാൻ പോണം. പറഞ്ഞേക്കണം, ഓനെ ഉഷാറാക്കണം.
കുഞ്ഞിരാമ ആ കിച്ചുവിന് സന്തോഷ് ട്രോഫിയിൽ സെലക്ഷൻ കിട്ടിയെന്ന് കേട്ട് ആ ആ, ആ, അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായി. നല്ല കാര്യല്ലേ അത്? അതെ എനിക്ക് സാധിക്കാതെ പോയതൊക്കെ കിച്ചുവിലൂടെ സാധിക്കാണ് ഇപ്പൊ. അങ്ങനെയാണോ ജീവിതം? ആ നമുക്ക് പറ്റാത്ത കാര്യം നമ്മുടെ മക്കളാ ആ, ചെയ്തു ആ, തരിക. അപ്പൊ നമുക്ക് സന്തോഷിക്കണ്ടേ? ആ. അതെ ഒരു ബൂട്ട് വാങ്ങിക്കണം. ആ വാങ്ങിക്കണോ? ചെങ്ങന്മാർക്കൊക്കെ ഉണ്ട്, അവന് മാത്രമേ ഇല്ലാത്തുള്ളൂ. അത് വാങ്ങിച്ചു കൊടുക്കണോ? ആ, വാങ്ങിക്കണം. നമുക്ക് എന്തെന്ന് വെച്ചാ ചെയ്യാന്ന്. ഒന്ന് നമ്മുടെ നാടിന്റെ മുത്താണ്, സന്തോഷാണ് അല്ലേ? നിങ്ങളെല്ലാ സഹായത്തിനും നമ്മളുണ്ട് കൂടെ. ആ നീ കുറച്ച് ഗ്രൗട്ടും കേട്. ഞാൻ എടുത്തു വരാം. ശരി. ഞാനിപ്പോ കൊണ്ടുവരാം. നാടിന്റെ പൊന്നോമന പുത്രൻ കൃഷ്ണകുമാറിന് അവിടെ നിൽക്ക്. ഇജനല്ലോ അടുത്തൊന്നും പറയല്ലേ? ആരാ ഗുരു? ഗുരു ഞാൻ എത്ര കാലം എന്റെ കൂടെ നടക്കുന്നു. ഇജിന്റെ ശിഷ്യനാണ്. ഞാനാണ് എന്റെ ഗുരു. ഇവിടുന്ന് തരാന്ന് പറഞ്ഞല്ലോ മൈക്ക്. അതെ, ഇജ്ജ് അടങ്ങി നിൽക്ക്. ഐ, ഐ, എപ്പിടി വിളിച്ച് വിളിച്ച്. മുണ്ട് ചങ്ങായി ഇങ്ങോട്ട്. വലിക്കല്ലേ ചങ്ങായി. ഞാൻ പറയട്ടെ. കേരള സന്തോഷ് ട്രോഫി ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച നാടിന്റെ പൊന്നോമന പുത്രൻ കൃഷ്ണകുമാറിന് ജന്മനാടിന്റെ സ്നേഹാദരം യാത്രയപ്പ് സമ്മേളനം ആരംഭിക്കുകയായി. എന്നാ പിന്നെ തുടങ്ങട്ടെ. എന്റെ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞിരാമേട്ടന്റെ മകനിലൂടെ ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. നമുക്കൊക്കെ അറിയാം, ജോപ്പോൾ അഞ്ചേരിയും IM വിജയനും ഷറഫലിയുമെല്ലാം സന്തോഷ് ട്രോഫി ടീമിൽ ഇടം നേടിയ കഥ നമുക്കൊക്കെ അറിയാം. ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മോഹം സന്തോഷ് ട്രോഫി ടീമിൽ ഇടം നേടുക. എന്നാൽ അതിനൊന്നും കഴിയാതെ നിരാശരായി അടങ്ങി നിൽക്ക്. ഇത് കഴിഞ്ഞിട്ട് വേറെ എടാ, ഇത് നമ്മുടെ പരിപാടിയല്ല. ഇത് നമ്മുടെ കിച്ചുവിന്റെ യാത്രയപ്പ് സമ്മേളനല്ലടാ. എന്നാ അടങ്ങി നിൽക്ക്. പരിപാടി നടക്കല്ലേ അവിടെ? റെഡിയാക്കാം. നമ്മുടെ കമ്മിറ്റിക്കാരോട് പറഞ്ഞാൽ 100 രൂപ അധികം വാങ്ങട്ടെ. കൃഷ്ണകുമാർ എന്ന നമ്മുടെ ഓമന കിച്ചു, ഇത് നമ്മൾക്ക് അഭിമാനത്തിന്റെ ഭൂതമാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ കിച്ചുവിനെ ശ്രദ്ധിക്കുമായിരുന്നു. എനിക്ക് അന്നേ തോന്നിയിരുന്നു അവൻ വലിയൊരു താരമാവുമെന്ന്. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ നാട്ടിലെ ഏറ്റവും മികച്ച ഫുട്ബോളർ ആയിരുന്നു അവന്റെ അച്ഛൻ കുഞ്ഞിരാമേട്ടൻ. അദ്ദേഹത്തിന് സാധിക്കാതെ പോയത് അദ്ദേഹത്തിന്റെ മകനിലൂടെ ഇപ്പോൾ സാധിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കിച്ചുവിലൂടെ സന്തോഷ് ട്രോഫി ഈ പ്രാവശ്യം കേരളം നേടിയിരിക്കും. ഈ അസുലഭ മുഹൂർത്തത്തിൽ അദ്ദേഹത്തിനും കുടുംബത്തിനും എന്റെയും പഞ്ചായത്തിന്റെയും ജവഹർ ക്ലബിന്റെയും സർവാത്മകമായ പിന്തുണ ഞാൻ വാഗ്ദാനം ചെയ്യും. ഹാരാർപ്പണം. അടുത്തതായി ഹാരാർപ്പണം. വളരെ ഭയഭക്തി ബഹുമാനമുള്ള കുട്ടിയാണ് കിച്ചു. ഈ വിനയം അവനെ ഉന്നതങ്ങളിൽ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കൂടി ഈ പഞ്ചായത്തിന്റെയും ജവഹർ ക്ലബിന്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണ നിങ്ങളുടെ പേരിൽ ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്.